ഓട്ടോറിക്ഷകൾക്ക് ഇനി സംസ്ഥാന തലത്തിൽ തന്നെ ഓടാനുള്ള പെർമിറ്റ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത്. നേരത്തെയൊക്കെ ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഓട്ടോറിക്ഷകൾ ഓടിയിരുന്നത്. മാത്രമല്ല ഒരു ജില്ലയ്ക്ക് അപ്പുറം പോയാൽ 20 കിലോമീറ്ററിനുള്ളിൽ മാത്രം ആ പരിധിയിൽ മാത്രമായിരുന്നു ഓട്ടോറിക്ഷകൾ ഓടിയിരുന്നത്. അത് ലോങ് ട്രിപ്പ് ഓടുക എന്നുള്ളതിന് സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സാധാരണഗതിയിൽ പെർമിറ്റ് നൽകാതിരുന്നത്. എന്നാൽ ഇപ്പോൾ ഓട്ടോറിക്ഷകൾക്ക് ഇനി സംസ്ഥാന തലത്തിൽ തന്നെ ഓടാമെന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ മലപ്പുറത്താണുള്ളത്. അപ്പോൾ മലപ്പുറത്തെ ഓട്ടോ ഡ്രൈവർമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. സാധാരണ നമ്മൾ ജില്ലയിൽ മാത്രമായിരുന്നു ഓടിയിരുന്നത്. ഇപ്പം സംസ്ഥാന തലത്തിലേക്ക് കൂടി ഓടാനുള്ളൊരു ഉത്തരവാണ് വന്നിരിക്കുന്നത്. എങ്ങനെ നോക്കി കാണുന്നതിന് നല്ലൊരു കാര്യമാണ്. കൂടുതൽ ഓട്ടം കിട്ടാനൊക്കെ സാധ്യത ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. മറ്റുള്ള സ്റ്റാൻഡിൽ അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ അവിടെയുള്ള ഓട്ടോക്കാരെ എടുക്കാനായിരിക്കില്ല. അതൊക്കെ പ്രശ്നങ്ങളാവും. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്. എങ്ങനെയാ ഇപ്പൊ നമ്മളെ ഈ ഒരു ഉത്തരവിനെ നോക്കി കാണുന്നത്? എന്ത് സംസ്ഥാന തലത്തിൽ ഓടാന്നുള്ള ഒരു ഉത്തരവാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. നമ്മളെ അഭിപ്രായം അതിനെ തന്നെ കായ് എടുത്ത് പെർമിറ്റ് വാങ്ങിയില്ലാത്ത കാട്ടുക. അപ്പൊ ഓൽക്കൊരു ബുദ്ധിമുട്ടല്ലേ. ഓട്ടോക്ക് കൂടുതൽ ദൂരം ഓടിക്കൂടെ? എന്താണ് ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന തലത്തിൽ ഓടാനുള്ള പെർമിറ്റ് അനുവദിക്കാം. സാധാരണഗതിയിൽ നമുക്ക് പ്രായമായി വല്ലാതെ അങ്ങോട്ട് പോകാൻ കഴിയില്ല. എന്തായാലും പറ്റണി ഓടാ. ഇനി ജില്ലകൾ സംസ്ഥാനത്ത് ഉടനീളം ഏത് ജില്ലയിൽ ഓടാമെന്നോ? കുഴപ്പമില്ല. നമ്മളതിനെ അനുകൂലിക്കണം. നല്ല കാര്യം. പെർമിറ്റ് ചാർജോ അതല്ലെങ്കിൽ ഇൻഷുറൻസ് ചാർജോ വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെ കിട്ടുന്നതിൽ യാതൊരു കാര്യമില്ല. ഈ നല്ല നിലവില് ഇതേ ഇൻഷൂർ ഇതേ ടാക്സിന്റെ ഫ്രീ ഒക്കെ അതിൽ തിരക്കിടില്ല. എപ്പോഴെങ്കിലും ഓട്ടം കിട്ടിയാൽ പോകാം. അതല്ലാതെ ഇത് 2 ചാർജും വർദ്ധിപ്പിച്ചിട്ടാണ് വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം അതുകൊണ്ടില്ല. ഉള്ളതായിട്ട് അറിഞ്ഞിട്ടില്ല. അറിയുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. നിലവിലുള്ളതുപോലെ ഇൻഷുറൻസ് കൂടുതൽ ആവരുത്. ഇപ്പൊ ഉള്ള ഇൻഷൂർ ഇപ്പൊ അടക്കുന്ന ഒരു ഇൻഷൂർ ഉണ്ടല്ലോ, അതേ പോളിസിയിലാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. എപ്പോഴെങ്കിലും ട്രിപ്പ് കിട്ടിയാൽ ഒരു കോഴിക്കോട് എയർപോർട്ടോ അല്ലെങ്കിൽ ഒരു ഓലവക്കോടോ റെയിൽവേ സ്റ്റേഷൻ ഏതെങ്കിലും അടുത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അത് പോകാം. അത് മാസത്തിലോ കൊല്ലത്തിലോ ഒരിക്കൽ കിട്ടുന്ന സംഭവം ഗുണം തന്നെയാണ്. ഇത് ചാർജ് കൂട്ടിയാൽ ബുദ്ധിമുട്ടാണ്. ഇൻഷുറും ടാക്സും ഒക്കെ കൂട്ടിയാൽ ബുദ്ധിമുട്ടാണ്. അല്ലാതെ ആണെങ്കിൽ അതായത് ഈ നേരത്തെ സംസ്ഥാനത്ത് പെർമിറ്റ് അനുവദിക്കാതെ ഓട്ടോ സുരക്ഷിത വല്ല അപകടങ്ങൾ വർദ്ധിക്കുന്നുള്ള രീതിയിലായിരുന്നു. അത് പെട്രോൾ വണ്ടി ആയതുകൊണ്ട് പുള്ളിങ് കൂടിയത് കാരണമാണ് അപകടം ഉണ്ടാകാൻ കാരണം. ഇത് ഡീസലിന്റെ വണ്ടി ആയതുകൊണ്ട് മൂവിങ് കുറവാണ്. അത് ചില ആളുകൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതാണ് അപകടം ഉണ്ടാകുന്നത്. ഇപ്പൊ അപകടം കുറവാണല്ലോ. ഓട്ടോറിക്ഷ എവിടെയാണ് ഇവിടെ ആക്സിഡന്റ് ആവുന്നത്? അപൂർവേ ഉണ്ടാവുള്ളൂ. അത്രയും വിദഗ്ധമായ ബൈക്കാണ് അപകടം ഉണ്ടാകുന്നത്. കാരണം അത് പെട്രോളാണ്. പെട്രോളിന്റെ വണ്ടി ആയ കാലത്ത് കയ്യിൽ സ്റ്റാർട്ടിങ്ങുള്ള കാലത്ത് ആ വണ്ടി പുള്ളിങ് കൂടുതലാണ്. അതുകൊണ്ടാണ് അപകടം ഉണ്ടായത്. മറ്റൊരു പ്രശ്നവുമില്ല. നിലവിൽ കേരള പെർമിറ്റുള്ള വണ്ടി ഉണ്ട് മൊത്തത്തില്. പക്ഷെ അതിന് ഇൻഷുറൻസ് കൂടുതലാണ്. ഓട്ടോനുണ്ട്, പിന്നെ കേരള പെർമിറ്റുള്ള ആൾ കേരള ഉണ്ട്. പക്ഷെ അതിന് ഇൻഷുറൻസ് കൂടുതലാണ്. അത് പറ്റൂല. അതുകൊണ്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഉള്ള ഇൻഷുറൻസിൽ മൊത്തത്തിൽ ഓടുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അത് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഈ തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ ടാക്സോ അല്ലെങ്കിൽ ഇൻഷുറൻസോ ഒന്ന് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം ആകരുത് എന്നുള്ളത് തന്നെയാണ് മലപ്പുറത്തെ ഓട്ടോ ഡ്രൈവർമാർ പറയുന്നത്. ഇത്തരത്തിലുള്ള പെർമിറ്റ് സംസ്ഥാന തലത്തിലേക്ക് പോകുമ്പോൾ അത് പലപ്പോഴും ഓട്ടം കിട്ടുമ്പോൾ അത് തങ്ങൾ ഗുണം ചെയ്യുന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും വർധനവുകൾ ഒളിഞ്ഞിരിക്കരുത് എന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. മലപ്പുറത്ത് നിന്ന് ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.